ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് ചുറ്റും. അപ്പോൾ നിങ്ങളുടെ മുമ്പിലും കൂടെ ഒന്ന് അറിയിക്കണം എന്നുള്ള കരുതിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ അധികം ആൾക്കാർ കമൻറ്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് എലിസബത്ത് എവിടെയെന്നുള്ളത്. അപ്പം എനിക്ക് കിട്ടുന്ന സൂചനകൾ വെച്ചിട്ട് എലിസബത്തിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അത് 90% ശരിയാവാം. അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ എലിസബത്ത് തന്നെ ഒന്ന് പറയണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പേർക്ക് ഭീഷണി, ശക്തമായ ഭീഷണിയുണ്ട്. അവരുടെ ജീവന് തന്നെ ആപത്താണ്. അതിനകത്ത് പെടുന്ന ഒരാളാണ് ഞാനും. ഒന്നാമത്തത്, നമ്മുടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയ ആ ചേട്ടനും അതോടൊപ്പം തന്നെ അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താനും പിന്നെ നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സിനും എന്താ പറയുക, ജീവന് ആപത്ത് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. പിന്നെ എന്താണ്, ശാരീരികമായിട്ട് ഉള്ള ആക്രമണവും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള കാര്യത്തിലുള്ള കുറേ സംഭവങ്ങളും ഒക്കെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ചെറിയ കളികളൊന്നുമല്ല, ഇത് വലിയ വലിയ കളികളാണ്. സ്വാഭാവികമായിട്ടും ലീഗലായിട്ടുള്ള കാര്യങ്ങളുടെ മാർഗ്ഗമായിട്ട് നോക്കുമ്പോൾ നമ്മളും കുറച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങളുടെ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സിനാരിയോ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. നമ്മളെല്ലാ തരത്തിലും സുരക്ഷിതമാണെന്ന് ചിന്തിക്കുന്ന നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്നല്ലോ എന്നുള്ള കാര്യമാണ് ചിന്തിക്കുമ്പോൾ ഒരു മനസ്സിലാവുന്നുണ്ടോ. ആൾക്കാരെ ഭയപ്പെടുത്തിയും ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും മറ്റ് ഗുണ്ടാപ്പടകളുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ആൾക്കാരെ കൂച്ചുവിലങ്ങിട്ട് അവരെ മുട്ടുകുത്തിക്കുന്നൊരു പരിപാടിയും ഇവിടെ നടക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേറ്റവും ഡേഞ്ചറസ് സിറ്റുവേഷൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെകുത്താനാണ്. ചെകുത്താനെ അവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യുമെന്നുള്ള കാര്യം പോലും അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗുഡ് കോസിന് വേണ്ടിയിട്ട് നിന്നതിന് എന്തുമാത്രമാണ് ഇത് ഏൽക്കേണ്ടി വരുന്നതെന്നുള്ള കാര്യം. അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ് എലിസബത്തിൻ്റെ അടുത്ത നീക്കം എന്താണെന്നുള്ള കാര്യം. എലിസബത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഓൾറെഡി അവർ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലിസബത്ത് വന്ന് വേണ്ടി വരുമല്ലോ. അത് അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ സംഭവിക്കേണ്ടത്. ഒരു നിയമ സംവിധാനം, നിയമപാലകർ ഇവരെല്ലാവരും ഉള്ള നാട്ടിൽ മറ്റൊരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു. ഒരു പ്രമുഖ നടൻ, ആ നടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ അകത്ത് ആ നടനും അയാളുടെ കൂടെ ജീവിച്ചിരുന്ന 2 വർഷത്തോളം ജീവിച്ചിരുന്ന അയാളുടെ ഭാര്യയും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞിട്ട് പോലും ആ ഒരു കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് പറഞ്ഞ എല്ലാ ആൾക്കാരും ഇപ്പോൾ കോടതി കയറി ഇറങ്ങുന്ന സാഹചര്യം, കുടുംബവും വീടും ആ വ്യക്തികൾക്ക് തന്നെ ജീവന് അപായം നേരിടുന്നൊരു സാഹചര്യം. ഇതെന്തൊരു കഷ്ടമാണ് ഇവിടെ നടക്കുന്നുള്ളതിന് ചിന്തിക്കണം. അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ചോദിക്കും ഇത്. പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ട് സംഭവം കൂടെയാണ്, ഇതിൻ്റെ ഇടയ്ക്ക് അണ്ണൻ്റെ ഒരു സ്പൈ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതായത് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു നല്ല പിള്ള ഇമേജിൽ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങൾ മെസ്സഞ്ചറിനെ പോലെ നിന്നുകൊണ്ട് കാര്യങ്ങൾ അറിയുന്ന ഒരാളോട് ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അതാരാണ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തൊന്നുമില്ല. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, നീ ഒരു കാലത്തും വിളങ്ങത്തില്ല. ഈ ഒരു പാവപ്പെട്ട പെണ്ണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ്, ഒരു പാവപ്പെട്ട ഒരു പെണ്ണ് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ അമൃത ആയിക്കോട്ടെ, പാപ്പു ആയിക്കോട്ടെ, ഇത്രയും പേര് സമൂഹത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ട് അവരുടെ ഒക്കെ കണ്ണുനീരിനെയും ചവിട്ടിക്കൊണ്ട് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മെസ്സഞ്ചർ ഒക്കെ നമ്മളെയൊക്കെ കൂടെയൊക്കെ തന്നെ നിൽക്കുന്നതിലുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം, നീയൊക്കെ ഒരിക്കലും ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. അത് മാർക്ക് ചെയ്ത് വെച്ചോ. ഇനി നമ്മുടെ കാര്യം, എൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്, പുറത്തേക്ക് സഞ്ചരിക്കുന്നവരാണ്, യാത്രകൾ ചെയ്യുന്നവരാണ്. ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജുനൈദ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ ബ്ലോഗർ, അയാളുടെ മൺകൂനയിലേക്ക് തട്ടി വീണു എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നുമില്ലാത്തൊരു സ്ഥലത്താണ് അദ്ദേഹം വീണ് കിടന്നത്. പക്ഷേ മദ്യത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു സാഹചര്യം വണ്ടി തട്ടിയിട്ട് പോയി എന്നുള്ളത് പോലെ ഇതുപോലെ പലതും സംഭവിക്കാനുള്ള സാധ്യത ഈ നിൽക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഭയമില്ല, ഭീതിയില്ലെന്നൊക്കെ പറയാൻ എങ്ങനെ പറ്റും? നമ്മൾ മനുഷ്യരല്ലേ,
വി ആർ ഹ്യൂമൻ ബീങ്സ്, നോട്ട് എന്താണ് അയൺ ഓർ സംതിങ് സ്റ്റീൽ ഒന്നുമല്ല, മനുഷ്യരാണ്. ജീവിക്കാനും മറ്റുള്ളവരെ ജീവിക്കാൻ ഒരാൾ ജീവിക്കുക, ഒപ്പം മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക അല്ലേ? ആ ഒരു സാഹചര്യത്തിന് അനുവദിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന് എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് ചിന്തിക്കണം. നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് കുറേയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാതെ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഫസ്റ്റ് ബിഗിനിങ് വീഡിയോ ചെയ്തത് മുതൽ എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതും ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും വരാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെയൊക്കെ സംഭവങ്ങൾ ഒക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രസ്തുത വ്യക്തിയുടെ പ്രമുഖ നടൻ്റെ വീഡിയോയുടെ അവസാനത്ത് പറഞ്ഞ് നിർത്തുന്ന ഒരു സംഭവത്തിൻ്റെ അകത്തൊരു ഭയങ്കര ഭീഷണിയാണ്. ഓക്കെ, ഭയങ്കര ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാ പറഞ്ഞത്, ഇതിനകത്ത് നമുക്ക് ഒറിജിനൽസ് ആര്, ഇതിനകത്ത് ഫേക്ക് ആര് ഒന്നും അറിയാത്ത ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇതിന് പറയുന്നതിന് മുമ്പ് കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മുടെയായിട്ടുള്ള സൈഡിൽ നിന്ന് ഉള്ള ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടി അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിലുള്ള സംഭവം. അതുപോലെ തന്നെ ഇനി എലിസബത്തിൻ്റെ കാര്യം, എലിസബത്ത് ഇപ്പം വീഡിയോ ഇടുന്നില്ല, എവിടെയാണ് വീഡിയോ ഇടുന്നില്ല, അപ്പം ചെകുത്താൻ്റെയും വീഡിയോ ഇടുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നത്. ഈ രണ്ട് വ്യക്തികളുടെ പേരിലും കേസ് കൊടുത്തേക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രണ്ട് വ്യക്തികളുടെ പേരിൽ കേസ് കൊടുത്തേക്കുന്നതുകൊണ്ട് ആ കേസിൻ്റെ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഉറപ്പായിട്ടും വിളിയോ മറ്റുള്ള കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ഒരു കാര്യം, ആ ഒരു കേസ് നിലവിൽ വന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് പ്രതികരിക്കാനോ ഒന്നും കഴിയത്തില്ല. അത് അവരുടെ ബലഹീനതയോ ഭയമോ ഒന്നും ആയിരിക്കത്തില്ല. അവർക്ക് കഴിയാത്ത സാഹചര്യം, ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ഒരു കോൺട്രഡിക്ടറി ഫാക്ടറായിട്ട് വരും. അതുകൊണ്ട് അവർ സംസാരിക്കില്ല എന്നുള്ളതൊന്നും ആയിരിക്കത്തില്ല. അവർ വരും, അവർ വരേണ്ട സമയങ്ങളിൽ വരും, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ത്യൻ നിയമത്തിൽ വിശ്വസിക്കുന്നു, ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു, ഇവിടുത്തെ പാലകരെ വിശ്വസിക്കുന്നു. എങ്കിലും ഇവിടെ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസിന് വേണ്ടി സംസാരിച്ച കുറേയധികം ആൾക്കാരുടെ വായ മൂടിക്കെട്ടിയിട്ട് അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുണ്ടായുസ പ്രവർത്തനങ്ങളിലൂടെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ജീവനെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് അറിയിക്കണം ഉണ്ടായിരുന്നു. ആരും പാനിക്കാകണ്ട എന്ന് മാത്രം പറയാം. അധികം പാനിക്കാവേണ്ട സിറ്റുവേഷൻ ഇതുവരെ സംജാതമായിട്ടില്ല, ഇനി ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് സിറ്റുവേഷൻ്റെ അകത്ത് നിൽക്കുന്ന 2-3 വ്യക്തികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താനാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുള്ളൊരു സാഹചര്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്നത്. രണ്ടാമത് ഇപ്പം വെളിപ്പെടുത്തി നടത്തുന്ന വ്യക്തിയെക്കുറിച്ചും അങ്ങനെ പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്കിന് ഞാനടക്കമുള്ള യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് ചെയ്ത പല ആൾക്കാർക്കും വരും. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങളിപ്പോൾ കമൻറ്റ് ബോക്സിൻ്റെ അകത്തൊക്കെ ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ ഇവരെല്ലാം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അവരെ പോയിട്ട് കളിയാക്കാനും പരിഹസിക്കാനും നിൽക്കരുത്. കാരണം അങ്ങനെയാണ് സിറ്റുവേഷൻ, അങ്ങനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരണമെങ്കിൽ ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്ഷൻസ് വന്നതിന് ശേഷം മാത്രമാണ് പറ്റുക. അതുകൊണ്ട് നമുക്ക് എന്തായിരുന്നാലും സംസാരിച്ച് പോവാം. മുന്നോട്ട് വെച്ച കാല് അങ്ങനെ തന്നെ മുന്നോട്ട് തന്നെ ഇരിക്കും. ബാക്കിയുള്ളതൊക്കെ നിയമപരമായിട്ട് നീങ്ങും. ഇതിൽ കൂടുതലും തൽക്കാലമൊന്നും പറയാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.